നമസ്കാരം. കേരളത്തിലെ കപ്പൽ നിർമ്മാണ പദ്ധതിക്കായി 10,000 കോടി രൂപയുടെ നിക്ഷേപം നടത്താൻ ടാറ്റ ഗ്രൂപ്പ് സന്നദ്ധത അറിയിച്ചിരുന്നു എന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ അവകാശവാദം ഇപ്പോൾ കമ്പനി തന്നെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെന്നല്ല ഒരിടത്തും ടാറ്റ കപ്പൽ നിർമ്മാണശാല നിർമ്മിക്കുന്നില്ല എന്നാണ് കമ്പനിയുടെ വിശദീകരണം. എന്തായാലും ടാറ്റ ഗ്രൂപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു ദേശീയ മാധ്യമമാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ മിഷൻ സമുദ്രയുടെ ഭാഗമായാണ് ടാറ്റ ഗ്രൂപ്പ് വലിയ നിക്ഷേപം നടത്തുമെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത്. കപ്പൽ നിർമ്മാണ മേഖലയിൽ 10,000 കോടി രൂപയുടെ വമ്പൻ നിക്ഷേപം നടത്താൻ സന്നദ്ധത അറിയിച്ച് ടാറ്റ ഗ്രൂപ്പ് സംസ്ഥാന സർക്കാരിന് അപേക്ഷ നൽകി എന്ന തരത്തിലായിരുന്നു മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. പദ്ധതിയുടെ പ്രപ്പോസൽ ലഭിച്ചതായും 1 മാസത്തിനകം ആവശ്യമായ ചർച്ചകൾ പൂർത്തിയാക്കി അന്തിമ തീരുമാനമെടുക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാദം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ വലിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി മിഷൻ സമുദ്ര പദ്ധതിയുടെ ഭാഗമായാണ് ഈ തന്ത്രപ്രധാന നീക്കമെന്നും ബ്ലൂംബെർഗിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു പറഞ്ഞത്. വ്യവസായ ഭീമന്മാരായ ടാറ്റയും സർക്കാർ നടത്തുന്ന ചർച്ചകളും സജീവമാണെന്നും കപ്പൽ നിർമ്മാണശാലയ്ക്ക് ആവശ്യമായ ഭൂമി സംസ്ഥാന സർക്കാർ വിട്ടു നൽകുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാദം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. എല്ലാ സമുദ്ര തുറമുഖ മേഖലകളെയും പരസ്പരം സംയോജിപ്പിച്ച് വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് ഒരു ആഗോള മാരിടൈം ഹബ്ബ് നിർമ്മിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്ത്യയിലെ ആഭ്യന്തര കപ്പൽ നിർമ്മാണ ശേഷി അതിവേഗം വർദ്ധിപ്പിക്കുവാനും ആഗോള സമുദ്ര വ്യാപാരത്തിന്റെ രാജ്യത്തിന്റെ സ്വാധീനം ഉറപ്പിക്കുവാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുന്ന ഈ ഘട്ടത്തിൽ ടാറ്റ ഗ്രൂപ്പ് കൂടി ഈ രംഗത്തേക്ക് വരുന്നതോടെ കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ പൂർണ്ണമായും മറിയുമെന്നായിരുന്നു വിലയിരുത്തൽ. കൂടുതൽ വിശദാംശങ്ങൾ ചർച്ചകൾക്കു ശേഷം ഔദ്യോഗികമായി പുറത്തുവിടാമെന്നായിരുന്നു മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. എന്തായാലും മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ സ്വപ്ന പദ്ധതിയായ മിഷൻ സമുദ്രയ്ക്ക് വലിയ ഊർജമെന്ന വിധത്തിലായിരുന്നു ഇത് സംബന്ധിച്ച വാർത്തകൾ എത്തിയത്. എന്നാൽ തൃശൂർ ആസ്ഥാനമായ സ്വർണ്ണപ്പണയ വായ്പാ കമ്പനിയായ യോഗക്ഷേമം ലോൺസിനെ ടാറ്റ ഗ്രൂപ്പിന് കീഴിലെ ടാറ്റ ക്യാപിറ്റൽസ് എടുത്തെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു. ടാറ്റ ആദ്യമായി ഗോൾഡ് ലോൺ മേഖലയിൽ ചുവടുവെക്കുന്ന കൂടിയാണ് ഇതിലൂടെ. എന്തായാലും കേരള കമ്പനിയെ ഏറ്റെടുത്ത ടാറ്റയുടെ നീക്കം ഏവരെയും ആശ്ചര്യപ്പെടുത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് കപ്പൽ നിർമ്മാണ രംഗത്ത് കേരളത്തിൽ വമ്പൻ നിക്ഷേപത്തിന് ടാറ്റ എന്ന വാർത്തയും പുറത്തുവന്നത്. കേരളത്തെ കടൽ ശക്തിയാക്കാൻ മിഷൻ സമുദ്ര പദ്ധതി വി.ഡി. സതീശൻ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. വിഴിഞ്ഞത്ത് മദർഷിപ്പ് നിർമ്മാണം, അറ്റകുറ്റപ്പണി എന്നിവയ്ക്കായി കപ്പൽശാല സ്ഥാപിക്കുമെന്ന ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന്റെ തുടർ നടപടികളിലേക്കായി ആവേശപൂർവ്വം കാതോർക്കുകയാണ് കേരളത്തിലെ നിക്ഷേപകർ. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ടാറ്റയുടെ രംഗപ്രവേശനം സാധ്യതയും ചർച്ചയായത്. ഇതോടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്റെ കന്നി ബഡ്ജറ്റ് പ്രസംഗത്തെ പ്രഖ്യാപിച്ച മിഷൻ സമുദ്ര പദ്ധതിയും ചർച്ചകൾ നിറഞ്ഞിരുന്നു. കേരളത്തിന്റെ ഏകദേശം 600 കിലോമീറ്റർ തീരദേശം, 2 രാജ്യാന്തര തുറമുഖങ്ങൾ, ഒരു കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ, 17 ചെറുകിട തുറമുഖങ്ങൾ, മറ്റ് നിരവധി ജലസ്രോതസ്സുകളും വിഭവങ്ങളും സംയോജിപ്പിച്ച് അടുത്ത 5 വർഷത്തിനുള്ളിൽ ആഗോള നാവിക ഭൂപടത്തിൽ സംസ്ഥാനത്തെ ഒരു ശക്തിയായി ഉയർത്തും എന്നായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. എന്തായാലും ഈ പദ്ധതി ഏതാണ്ട് വഴിമുട്ടിയ അവസ്ഥയിലാണ്.